Hello everyone, welcome to my channel. In this video we are going to discuss about Stern-Gerlach experiment, which is a topic from Unit 1 Vector Atom Model for 30C S5 BSc students, physics students. Okay, so 30C S5 BSc physics students in the Vector Atom Model എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, Stern-Gerlach experiment. സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു ചേഞ്ച് എന്താണെന്ന്, അവിടുത്തെ എവിഡൻസ് എന്താണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻറ്റ്. ഡയറക്റ്റ് ഇതെന്തിനുള്ള എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഡയറക്റ്റ് എവിഡൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ആറ്റംസ് ആൻഡ് their space quantization that is provided by this experiment. And this experiment was formulated or was discovered or was invented by Stern and Gerlach. അവരുടെ പേരിലാണ് ഈ എക്സ്പെരിമെൻറ്റിനെ സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് എവിഡൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ആറ്റംസ് ആൻഡ് ദെയർ സ്പേസ് ക്വാണ്ടൈസേഷൻ. സ്പേസ് ക്വാണ്ടൈസേഷൻ എഫക്റ്റും അവരുടെ എന്താണ് ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്, നമുക്കറിയാം മ്യൂ എന്ന് പറയുന്നിട്ട്, അവരെ പറ്റിയുള്ള സ്റ്റഡീസാണ് നമ്മൾ ഈ സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻറ്റിൽ പഠിക്കുന്നത്. ഇതിനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്, അതാണ് നിങ്ങളവിടെ ഫിഗർ ആയിട്ട് കാണുന്നത്. ഫിഗർ 1-ൽ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻറ്റ് ആൻഡ് സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഓഫ് അറ്റോമിക് ബീം ഓഫ് സിൽവർ. ഇത് രണ്ടുമാണ് ഇവിടെ രണ്ട് പിക്ചറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒന്ന് പിക്ചർ എയും ഒന്ന് പിക്ചർ ബിയും ആണ്. പിക്ചർ ബി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫോർമാറ്റാണ് രണ്ട് ഇത് കാണിച്ചേക്കുന്നത്, അതായത് ഫീൽഡ് ഓഫും സ്റ്റേജിലും ഫീൽഡ് ഓൺ സ്റ്റേജിലുമുള്ള ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. ആക്ച്വലി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിന് ഒരു അവനുണ്ട്. ഓക്കെ, ഒരു അവനാണ് ഈ കാണിച്ചിരിക്കുന്നത് O എന്നുള്ളത്. ആ അവനകത്തുനിന്ന് സിൽവർ ബീംസിനെ സ്ലിറ്റ് വഴി മാഗ്നറ്റ്, അതായത് മാഗ്നറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സൈഡ് നൈഫ് എഡ്ജും മറ്റേ സൈഡ് ഒരു ഡിപ്പുമായിട്ടുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രണ്ട് മാഗ്നറ്റ് പീസസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിൽവർ ബീം സ്ലിറ്റ് വഴി പാസ് ചെയ്ത് ഈ മാഗ്നറ്റിനകത്തൂടെ ചെല്ലുമ്പോൾ അവിടെ അതിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നു. ഓക്കെ, അതായത് അവിടുത്തെ മാഗ്നറ്റിക് മൊമെൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മ്യൂ എസ് താഴേക്കും മുകളിലേക്കുമുള്ള ആരോ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റാണ് ഈ കാണിച്ചിരിക്കുന്ന സാധനം. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് കളക്ട് ചെയ്യുകയാണ് ഈ പൊസിഷനിൽ. ആ പ്ലേറ്റിൽ കളക്ട് ചെയ്ത ഇമേജിനെയാണ് നിങ്ങളിവിടെ ഫിഗർ 1B-യിൽ കാണിച്ചിരിക്കുന്ന പാറ്റേൺസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ഒന്ന് ഫീൽഡ് ഓഫ് പൊസിഷൻ ആണെങ്കിൽ ഒരു സിംഗിൾ ലൈനും, ഫീൽഡ് ഓൺ പൊസിഷൻ ആണെങ്കിൽ അത് സ്പ്ലിറ്റഡ് ആയിട്ടും കാണുന്നു. ഇതാണ് ചുരുക്കം പറഞ്ഞ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. ആൻഡ് എക്സ്പെരിമെൻറ്റിനകത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. Experimental arrangement is shown in figure 1A. It consists of an oven which projects a beam of silver atoms into a region of inhomogeneous magnetic field obtained by making one of the pole pieces of the magnet as a knife edge and the opposite pole with a groove. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ട് പൊസിഷൻസ്. ഒരു നൈഫ് എഡ്ജും പിന്നെ ഒരു സൈഡ് ഗ്രൂവും, അതായത് ഒരു ഡിപ്പ്, ഒരു ഹോൾ പോലെ അല്ലെങ്കിൽ ഒരു കേവ് പോലെ, ഒരു കർവ്ഡ് പൊസിഷൻ. The beam is then allowed to strike on a photographic plate which detects the electrons falling on it. അപ്പോൾ സിൽവർ ബീമിനെ കടത്തിവിട്ട് ഈ സിൽവറിൻ്റെ ഇലക്ട്രോൺസ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് കടത്തിവിടുകയാണ്. പക്ഷേ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസസ് ആണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. When a magnetic dipole is placed in a uniform magnetic field, the forces at the poles are equal and opposite, and this constitutes a couple. The result is a rotational motion of the dipole. However, in a homogeneous magnetic field, the dipole experiences a force, and that force is
Fz is equal to minus dou V by dou Z, where V is the potential energy. And we know that V is equal to minus mu dot B, where mu is the magnetic moment and B is the magnetic field. Then we can substitute the value for V in the above equation, and the equation will be Fz is equal to minus of dou bracket open cheya V ക്ക് പകരം we will substitute it as minus mu dot B. Okay, clear ആണ്? Divided by dou Z, that is equal to minus minus plus ആകും. പിന്നെ ഉള്ളത് mu ആണ്. mu in along z direction ആയതുകൊണ്ടാണ് നമ്മൾ mu z എന്ന് കാണിച്ചിരിക്കുന്നത്, and that into dou B by dou Z, or I can write it as mu cos theta dou B by dou Z. Mu z എന്ന് പറയുന്നത്, if we consider it as a right angle triangle, and we can calculate the cos theta from there, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് mu cos theta, where mu is the magnetic moment of the atom, dou B by dou Z is a gradient of magnetic field along the Z axis, and theta is the angle of vector mu makes with the Z axis. As a result of this force, the dipole makes a translational motion in Z direction. ആദ്യം rotational motionന്റെ കാര്യം പറഞ്ഞു dipole, ഇപ്പോൾ translation motionലേക്കാണ് പോകുന്നത്. Since the net force on mu is dependent on the orientations of mu, dipoles with different orientations are brought to different positions on a photographic plate. Okay, അപ്പോൾ ഈ ഒരു translation motionന്റെ presence-ൽ അവിടെ ഉണ്ടാകുന്ന net force-ന്റെ influencer dipoles in different orientations കൊടുക്കുന്നു in different positions on the photographic plate. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. The silver atom has only one valence electron, and hence its ground state L equal to 0, which gives capital L, that is the angular momentum, orbital angular momentum L equal to 0, and magnetic moment mu equal to 0. Consequently, the dipoles will not experience any force in the Z direction. In other words, the silver atoms are expected to travel undeflected, giving only one line. കേട്ടല്ലോ? അപ്പോൾ സിൽവറിന് one valence electron ആണ്. മാത്രമല്ല ഗ്രൗണ്ട് സ്റ്റേറ്റിൽ L equal to 0, capital L equal to 0, mu equal to 0 ആകുമ്പം അവിടെ dipole is not experiencing any force. Okay, അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ആസ് എ സിംഗിൾ ലൈൻ. അതാണ് നിങ്ങൾ പിക്ചറിൽ കണ്ട ഒരു വരയായിട്ടുള്ളത്, ഫീൽഡ് ഓഫ് പൊസിഷൻ. However, in this experiment it is observed as two distinct lines, one above and the other below mean position. Okay, giving only one line on the screen. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് ഓൺ പൊസിഷൻ ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്പ്ലിറ്റഡ് ആയിട്ടാണ്. That is, the magnetic moment of silver atom in the ground state is not 0 as expected. Hence, the splitting part is shown in 1b. Clearly indicates that the magnetic moment takes two orientations. That is, m values have plus half and minus half. അപ്പോൾ അതായത് ആ സ്പിന്നിങ് എഫക്റ്റിൻ്റെ ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്പേസ് ക്വാണ്ടൈസേഷൻ്റെ ബേസിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനകത്തൂടെ പോകുമ്പോൾ ആദ്യം അവിടെ ഡൈപോൾസ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആ ഒരു മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ ബേസിൽ അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നു. ആ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നതാണ് പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ് ആയിട്ട് നമ്മളൊരു ഗ്യാപ്പ് പോലെ 1b എന്ന പിക്ചറിനകത്ത് രണ്ടാമത്തെ പടം കാണുന്നത്. അതായത് field on position. In other words, for each atomic state described by 3 quantum numbers n, l, ml, there must be now a fourth quantum number, that is ms. അതായത് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എഫക്റ്റ് വരുമ്പോൾ ഇവിടെ 3 ക്വാണ്ടം നമ്പേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒപ്പം നമുക്ക് സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ കാര്യവും കൂടെ പറയേണ്ടിയിരിക്കുന്നു, which takes the value plus half or minus half. The experiment has thus conclusively proved the existence of an additional angular momentum vector, which is quantized like the orbital angular momentum vector. So that's about the Stern-Gerlach experiment. അവിടെ നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സിൻ്റെ m, l,
ML ആൻഡ് MS ൻ്റെ എഫക്റ്റ്, അതായത് 3 ക്വാണ്ടം നമ്പേഴ്സ് മാത്രമല്ല അവിടെ സ്പിന്നിൻ്റെ എഫക്റ്റും കൂടെ അവിടെ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് അവിടെ ആറ്റത്തിന് ഉണ്ടാവുന്ന വ്യത്യാസം അതെന്താണെന്നാണ് ഈ സ്റ്റേൺ-ഗെർലാക്ക് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. If there is any doubt, you can comment in the comment section. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.